ഇപ്പം സിനിമയിൽ ഇപ്പം ആൻറ്റഗോണിസ്റ്റ് പ്രോട്ടഗോണിസ്റ്റ് പരിപാടി വളരെ ചുരുക്കമാണ്. കാരണം ആരാണ് ആൻറ്റഗോണിസ്റ്റ് ആരാണ് പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ഒരു റൈറ്റിങ്ങിനാണോ ഇനിയൊരു സ്കോപ്പ്, അല്ലെങ്കിൽ സാധാ പോലത്തെ പണ്ടത്തെ ഒരു സ്ട്രക്ചേർഡ് സാധനം തിരിച്ചു? രണ്ട് രീതിയിലും പണ്ടും പടം നടന്നിട്ടുണ്ട്. ഇപ്പൊ തൂവാനത്തുമ്പികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ ജയകൃഷ്ണൻ എന്ന് പറയുന്ന പൊതുസമൂഹത്തിന് അന്നത്തെ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത അയാൾ റൈറ്റോ റോങ്ങോ എന്നൊന്നും അവിടെ പറയുന്നില്ലല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ അത് ഇപ്പോഴും ഉണ്ടല്ലോ, നായകൻ വില്ലൻ പടങ്ങളാണ് ഇവിടെ കൊമേഴ്ഷ്യൽ സക്സസ് ആണ് പല പടങ്ങൾ. എനിക്ക് പേഴ്സണലി ഒരു വില്ലൻ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്കാണ്. അയാളൊരു സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറപ്പെടുന്നതാണല്ലോ, അത് അയാൾ മനഃപൂർവ്വം. ഇപ്പം ഈ സിനിമയിലാണേലും എല്ലാവരും പറയുന്ന പ്രധാന കഥാപാത്രം DSP എന്ന് പറയുന്ന ആൾ അങ്ങനെയാണ്. ഇതൊക്കെ സ്വാഭാവികമായി ഇപ്പോൾ പറയട്ടെ നെഗറ്റീവ് ഷെയ്ഡ് നമ്മൾ കണ്ടത്. പക്ഷെ അയാളുടെ ഒരു പക്ഷത്ത് നിന്ന് ചിന്തിച്ചു വെക്കുക, ഉള്ളൊരു കുടുംബം, അത് പോലീസുകാർ പലപ്പോഴും ഉണ്ടാവും, അത് കേസൊന്നും ആക്കില്ല ഇവർ. അപ്പം അതൊന്നും ചോദിച്ചാൽ അത് തീരും. ഇങ്ങനൊരു എൻ്റെ അയാളും പ്രതീക്ഷിക്കില്ല. എൻ്റെ വരുമ്പോൾ അയാളുടെ തൊഴിലിനെ സംരക്ഷിക്കുക എന്ന് പറയേണ്ട രീതിയിലോട്ട് അയാൾ മാറും. അല്ലാതെ അത് ഞാൻ പറഞ്ഞത് അതൊരു സിറ്റുവേഷനാണ്. അല്ലാതെ അന്നാ ഇന്ന് ഇവരെ കുടുക്കിയേക്കാന്ന് പറഞ്ഞു പുള്ളി അറിയുന്നത്.